നീ പെരയിക്കുന്നു ഈ സ്ഥലത്തേക്ക് വന്നത് ഇങ്ങോട്ടാണ് ഞാൻ വരൂലേന്ന് എണ്ണ പൈസ വരെ കിട്ടൂല. ഞാൻ അങ്ങോട്ട് വന്നത് എത്രയോ മടുത്തതാണ് പോയിന്ന് പറഞ്ഞ കാര്യ. എനിക്ക് ഡീസൽ അടിച്ചുള്ള പൈസ കിട്ടിയാലേ നമുക്ക് വാങ്ങാം. സ്കൂൾ ട്രിപ്പ് പറഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കുക. ഇതെങ്ങനെ പറ്റൂല. ഞാൻ വെറുതെ കൂട്ടിക്കണം. ഒപ്പം കിട്ടുവോ നോക്ക നമുക്ക്. ഇത് 2-3 മാസം ചെല്ലുമ്പോ ഓല് പറയും നാളെ അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നിച്ചെടുക്കുക. അങ്ങനെ എങ്ങനെ എനിക്ക് 3000-4000 അത്ര പെൻഡിങ് ഉണ്ട് കാര്യങ്ങൾ. എനിക്കത് കിട്ടിയില്ല. ഞാൻ എന്നിട്ട് അവസാനം എഴുതി തള്ളി ഒഴിവാക്കി കേസ്. എന്തെങ്കിലും വസ്തു അങ്ങനെ എന്തിനും ഒന്നിനും ആവണില്ല ഇന്നത്തെ കാലഘട്ടം. അങ്ങനെ ഇപ്പൊ നമ്മള് ഓടിയിട്ട് ഞമ്മക്ക് എത്തുന്നുണ്ടോ? 6 റുപ്യക്ക് ഡീസൽ അടിച്ചാല് 500 റുപ്യ കൂടിയ മാതിരിയാണ്. എന്താ ചെയ്യാ? നമുക്ക് ഇവരൊക്കെ തിന്നിട്ടാണ് നമുക്ക് ഓടണമെന്നുണ്ടെങ്കിലേ എല്ലാം അടിച്ചോ 100 കിട്ടിയാൽ അതായി. ഞമ്മക്കുമില്ലേ കുറിയും കൂടും മറ്റേതും എല്ലാം പാടാ. പൊന്നാർ ചങ്ങ ഇത് കിട്ടാൻ ഒഴിവാക്കിയത്. ഇപ്പൊ ഞാൻ കൂലിപ്പടിക്ക് പോകണം. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പൊ ഞാനുള്ളത്. സ്കൂളിലല്ലോ. ഇത് 2 ആളുകൾ ഉണ്ടല്ലേ. തേടി വണ്ടി കാര്യം ചുറ്റി ഇറങ്ങാൻ മാതിരിയല്ലോ. അച്ഛൻ്റെ അവിടെ അമ്മ വിളിക്കുന്നുണ്ട്. എന്താ വന്ന് ഓട്ടോറിക്ഷ പൈസ ആവൂലേ വന്ന്? ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഇന്ന് വരുമോ അറിയൂല. ഇന്ന് വരുമോന്നുള്ളത്. വരുമ്പോ തന്നാ മതിയോ? നിങ്ങൾ ഏട്ടനെ കാണുമ്പോ മേടിച്ചോളൂ. കയ്യിലില്ലാത്തോണ്ടാണ്. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാല്? ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് വേണ്ടേ ഞങ്ങളെ കുടുംബം കയറുന്നുണ്ടെങ്കില്? ഇത് എല്ലാവരും ഇതേമാതിരി വെൻഡിങ്. അപ്പൊ 5-ാം തീയതി കിട്ടേണ്ട പൈസയൊക്കെ ഇപ്പൊ ഇപ്പോഴും ആരും കിട്ടിയിട്ടില്ല. എന്താ ചെയ്യാ? ഞങ്ങളിത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാ? നമ്മളെ കുട്ടികളോട് ഇപ്പൊ വയലിൽ ഇറക്കി വിടാൻ ഞങ്ങൾക്ക് പറ്റൂല. ഇതിപ്പോ 2-3 മാസമായി വെൻഡിങ് ആയിട്ട്. ഇതേപോലെ 3-4 വീടുകളുണ്ട്. സാഹചര്യം നമുക്ക് അറിയാം. എന്നാലും നമ്മള് വന്ന് ചോദിക്കണം. കാരണം നമുക്ക് ഡീസൽ അടിക്കണ്ടേ? വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ്, അല്ലാതൊന്നുമല്ല. ഏട്ടൻ വന്നാ പറയണ്ടോ? നിങ്ങൾ പറഞ്ഞത് മനസ്സിലായേ. പക്ഷെ പണി ഇല്ലാത്തോണ്ടാണ്. പണി ഉണ്ടെങ്കിൽ ഇപ്പൊ പൈസ തരുന്നതിനും ബുദ്ധിമുട്ടില്ല. ശരിയാണ്. വണ്ടിയിൽ എണ്ണ അടിക്കണം, ടയറ് നോക്കണമൊക്കെ ശരിയാണ്. ഞാൻ പറയാം അവരോട്. ആയിക്കോട്ടെ ചേച്ചി. ഈ എന്റെ അച്ഛനൊന്ന് വിളിച്ച. അച്ഛൻ്റെ അവിടെ ഒന്ന് വിളിച്ച അച്ഛനുണ്ടെങ്കില് ആ ചെങ്ങന്മാര് വരാൻ പണിയില്ല പൈസ ഇല്ലാതെ നേരത്തെ വന്നാണ്ട് അടക്കി ഞാൻ അവിടെ ഇല്ലാന്ന് പറഞ്ഞു. 2-3 മാസത്തെ പൈസ പെൻഡിങ് ഉണ്ട്. നിങ്ങള് എങ്ങനെയും ഒന്ന് ഒപ്പിച്ചേരി. നമുക്ക് എണ്ണ അടിക്കണ്ടപ്പത് പണിന്റെ അടുത്ത് കുറെ ആയിക്കണേ. ഞാൻ പൈസ ഉണ്ടാകുമ്പോ ചോദിക്കണതിന് മുമ്പ് തരല്ലേ. ഇപ്പൊ ഞാൻ ഒരാഴ്ച എന്തെങ്കിലും തരാം കേട്ടോ. ഇപ്പൊ പൈസ ഇല്ലാത്തോണ്ടാണ് കേട്ടോ മോനെ. ഞാൻ അത് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് എങ്ങനെയുണ്ട്? കുട്ടികളെ കൊണ്ടുപോകുന്ന ഓർഷക്കാരല്ലേ നിങ്ങളെന്താ ഇവിടെ? ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്താണല്ലോ. വണ്ടിക്കാരൻ തന്നെയാണ്. ഗതികേടോണ്ട് വന്നാ 3-4 മാസത്തെ പൈസ പെൻഡിങ് ഉണ്ട്. എല്ലാത്തും ഇപ്പൊ ഇങ്ങനെ ആയിക്കഴിഞ്ഞാലേ നമുക്ക് ഡീസൽ അടിച്ചൊക്കെ പോണ്ടേ. ഈ വീട്ടിലൂടെ നടക്കാൻ നിങ്ങൾ ദാസേട്ടനല്ലേ? എന്താണ് ആ ഒരു ട്രിപ്പ് വിളിച്ചിട്ട് പൈസ തരാണ്ടല്ലോ? അത് ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. എനിക്ക് വന്നിട്ട് തന്നെ ഞങ്ങള് എന്നിട്ട് എന്റെ ദിവസം കൂടി നോക്കണ്ടല്ലേ. ഒരു 200 റുപ്യന്റെ കേസല്ലേ? അത് കിട്ടുമ്പോ തരും. ഇതാണ് അവസ്ഥ. ദാസന്റെ തോളിലുള്ള ഇത് കേട്ടും ചെയ്തു. പക്ഷെ പാട് പറഞ്ഞാൽ അത് പറയുമ്പോ നമുക്ക് ചൂടുണ്ടാവുള്ളേ. ഇവര് പൈസ തരണമെങ്കിൽ ആ ചൂട് വേണ്ടേ? നമുക്ക് ജീവിക്കണ്ടേ? ഡീസൽ അടിക്കണോ? കാര്യങ്ങൾ ചെയ്യണം. വണ്ടിന്റെ അടവടക്കണം. ഇനിയിപ്പോ എന്താ വെച്ചാൽ ഇത് കിട്ടി ഇനി അടുത്ത ആദ്യം വെൻഡിങ് ആകുമ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഈ പൈസ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. ഇതൊക്കെ ചെയ്ത് ആ അടവ് തീർക്കുമ്പോൾ പിന്നെയും വേണം ഇതാക്കുക. ഇപ്പത്തെ ഈടെങ്ങനെയാണ്? ഡീസലിന്റെ വില എത്ര? നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടോ വണ്ടിക്ക്? 1 ഇഞ്ച് കിട്ടുന്നില്ല. എനിക്കത് ഒഴിവാക്കാറില്ല. വേറെ പണി അറിയില്ല. ഈ ഒരു പണി അറിയുള്ളൂ. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുക. ഇത് ചെറുപ്പത്തിൽ പഠിച്ചത്. വന്ന് പഠിച്ചെങ്ങനെ ഇപ്പൊ എവിടെയും എത്തിനും. ഇതിപ്പോ ഓട്ടോറിക്ഷ പണിക്ക് അങ്ങനെ പോകണം. ഇനിയിപ്പോ എടുക്ക പോവാ. അല്ലാപ്പൊ എന്ത് ചെയ്യാ? വാ ചൂടാക്കിയതെല്ലാം ഒരു തല്ലുള്ള നമുക്ക്. ഓല് തരുമ്പോ തരട്ടെ.